നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിഷയം. ഈ വിഷയം അത്രയേറെ വിവാദമായിട്ടും എന്തേ കോളേജിൻ്റെ പേര് പുറത്തു വന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനോ അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പ്രധാനപ്പെട്ട ആളിൻ്റെ പേര് പിടികിട്ടുന്നത്. അബ്ദുൾ ജബ്ബാർ ഹാജി, അതും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. സ്വാഭാവികമായി ഇതും ചർച്ചയാവില്ല. മുഖ്യമന്ത്രിയും ഇദ്ദേഹവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ പരക്കെ ഇതിനെക്കുറിച്ചുള്ള വാദം ഉയർന്നത്, അഭിപ്രായം ഉയർന്നു കേൾക്കുന്നത്. കൃത്യമായും വലിയ രീതിയിലുള്ള ഒരു ജാതി ആക്രമണം തന്നെയാണ് അഞ്ചരക്കണ്ടി കോളേജിൽ നടന്നത്. വർണ്ണത്തിൻ്റെ പേരിലുള്ള, ജാതിയുടെ പേരിലുള്ള ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയാം. റാം എന്ന ആ അധ്യാപകൻ തൻ്റെ ശിഷ്യനെ മക്കൾക്ക് തുല്യം, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുല്യം കണക്കാക്കേണ്ട ആളാണ് ആ അധ്യാപകൻ. പക്ഷേ അധ്യാപകനൊരു ശത്രുവിനെ പോലെ നിതിൻ എന്ന ആ കുട്ടിയുടെ നേരെ ജാതീയമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുടിലമായ ചിന്തകൾ അഴിച്ചുവിട്ടപ്പോൾ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട RV ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വിവാദകരമായ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഇത്രയും കാലം അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചു വന്നത്. അതും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നത്. അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. പ്രസ്തുത കോളേജ് മിച്ച ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാജി മാത്രമല്ല, ഭൂമിയുടെ കയ്യേറ്റക്കാർ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, റോയൽ പാർക്ക് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സിനിമൻ ക്ലാസിൽ എന്നിവരും ചേർന്നാണ് കറുവപ്പട്ട തോട്ടം എന്ന ഭൂമി തോട്ട ഭൂമിയാണെന്ന വ്യാജേന അനധികൃതമായി കൈവശപ്പെടുത്തിയത്. കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് പ്രസ്തുത മിച്ചഭൂമി തരം മാറ്റാൻ കഴിയാത്തതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുവാൻ മുഖ്യമന്ത്രിയും CPM-ഉം ഒരുപോലെ ഒത്താശ ചെയ്തു കൊടുത്തു. നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് ഈ മാനേജ്മെൻറ്റും തുല്യ ഉത്തരവാദിയാണ്. വിദ്യാർത്ഥികളുടെ പരാതി ഗൗരവമായി പരിഗണിക്കാതെ ജാതിക്കോമരമായ ഒരു അധ്യാപകനെ അവിടെ നിലനിർത്തിയതിൽ മാനേജ്മെൻറ്റിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തല്ലിത്തകർത്ത ചരിത്രമുള്ള വിപ്ലവ വിദ്യാർത്ഥി സംഘടനകൾ അഞ്ചരക്കണ്ടിയിലെ കോളേജ് ഗേറ്റിന് മുന്നിൽ എത്തി സമരം നിർത്തേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയും ഹാജിയുടെ മാനേജ്മെൻറ്റും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കാരണമാകണം. മതമാണ് 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 മുഖ്യം ബിഗിലെ. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ വിഷയത്തിലെന്നല്ല, എവിടെയൊക്കെയും ഈ മതം ഒരു വലിയ വിഷയമാകുന്നു. അതായത് അതിൻ്റെ ഉടമ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളായിരിക്കുമോ, അതുകൊണ്ട് തന്നെ ആ വിഷയം ക്യാൻസലായി പോകും. അതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണമൊന്നും നടക്കുവാനുള്ള സാധ്യതയില്ല. ഇവിടെയും ഇതു തന്നെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതു മാത്രമാണ് അതിന് പിന്നിലെ കാരണം എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ചർച്ചയായേനെ. ഇനി ആന്തൂറിലെ സാജൻ്റെ കേസ് എടുത്ത് നോക്കാം. അവിടെ എങ്ങനെയായിരുന്നു CPM ഇടപെട്ടത്? അല്ലെങ്കിൽ അവർ നിയമിച്ച അവരുടെ ഇപ്പോൾ MLA സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശ്യാമള, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള. ഈ PK ശ്യാമള എങ്ങനെയാണ് ആന്തൂറിലെ സാജൻ്റെ വിഷയത്തിൽ ഇടപെട്ടത്? ആ പാവത്തിനെ കൊല്ലുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതായത് വളരെ ചെറിയ ചെറിയ ചില ഡോക്യുമെൻസിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രോജക്റ്റ് നീട്ടി കൊണ്ടുപോവുകയും അവസാനം ആ മനുഷ്യൻ്റെ ഉയിരെടുക്കുകയുമായിരുന്നു CPM ആ വിഷയത്തിൽ ചെയ്തത് എന്ന് നിസ്സംശയം പറയാം. ഇങ്ങനെ എത്രയോ അധികം വിഷയങ്ങളാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുഖത്ത് ഇങ്ങനെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നിലനിൽക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ജബ്ബാർ ഹാജിയൊക്കെ ഈ വിഷയത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായും ഇടതുപക്ഷത്തിന് മിണ്ടാട്ടം മുട്ടും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഇനി എത്ര ജാതീയമായ കൊലപാതകങ്ങൾ അവിടെ നടത്തിയാലും, 2 3 എത്ര വർഷം അയാൾ ജാതീയമായി എന്തതിക്രമങ്ങൾ കാണിച്ചാലും അതൊന്നും പുറത്തു വരില്ല. കാരണം അതിനു മുകളിലാണ് മുഖ്യമന്ത്രിയും ജബ്ബാർ ഹാജിമാരും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധം. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. നാളെ ഭാവിയിലും ചർച്ച ചെയ്യില്ല. കാരണം UDF-നും ഇത് നിർബന്ധമാണ്.
ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ UDFൻ്റെയും കൂട്ട്, ഇവിടെ SDP ആണ് കൂട്ട് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും രണ്ട് ഭീകര സംഘടനകളെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. അത്തരത്തിൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒന്നും എതിർത്ത് പറയുവാനോ മാറ്റി നിർത്തുവാനോ കഴിയില്ല. അല്ലെങ്കിൽ അവരെ ഒരു കാരണവശാലും നീക്കി നിർത്തിയാൽ CPMന് മുന്നോട്ട് പോകുവാൻ പറ്റില്ല, ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകുവാൻ പറ്റില്ല. അവരുടെ ബുദ്ധി, അവരുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ഇപ്പോൾ SDPI പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് മതപരമായ ഏതെങ്കിലും ഒരു കണ്ണികൾ ഇതിൽ വിളക്കി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെയും ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയോ UDFൻ്റെയോ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ല. കാരണം ഭരണം മൂട്ടിപ്പോവും. അവർ കൊടുക്കുന്ന കാശാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ഈ പക്ഷങ്ങളൊക്കെയും. ഭരണസിരാകേന്ദ്രം, സെക്രട്ടേറിയറ്റ് ഇവർക്ക് മുന്നിൽ മുട്ടുവളച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിനിപ്പോൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണമായതുമായ വിഷയം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് തരം കാര്യങ്ങളുണ്ടായാലും, ഇപ്പോൾ TCSൻ്റെ വിഷയം എടുക്കാം. TCSൻ്റെ വിഷയം കഴിഞ്ഞ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്? എത്ര ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ് TCSൽ ഉണ്ടായത്. നിദാ ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ HR-ൻ്റെ നേതൃത്വത്തിൽ ടീം ലീഡുകൾ ഉൾപ്പെടെ എത്ര ആസൂത്രിതമായിട്ടാണ് ആ പെൺകുട്ടികളെ വലയിലാക്കി അവരെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ഈശ്വര സങ്കല്പത്തെ, കൃഷ്ണനെ എന്തൊക്കെയാണ് പറഞ്ഞത്? കൃഷ്ണനെ ഒരു വുമണൈസർ, ഇനി പാർവതിയെ പുരുഷന്മാർക്ക് പിന്നാലെ നടന്ന് സെക്ഷുവലി പുരുഷന്മാരെ വലയിലാക്കുന്ന ഒരു സ്ത്രീ, ഇങ്ങനെ നിങ്ങളുടെ ദേവതകളെല്ലാം, നിങ്ങളുടെ ദൈവങ്ങളെല്ലാം ഈ തരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നു. അതിൽ ഡാനിഷ് ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ ഈ പെൺകുട്ടിയെ കോളേജിൽ വെച്ച് തന്നെ പാട്ടിലാക്കുകയും അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജോലി ഈ TCSൽ വെച്ച് കൊടുക്കുകയും അതിനുശേഷം പെൺകുട്ടിയെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പല തവണ ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചത് ശേഷമാണ് അറിയുന്നത് ഇയാൾ വിവാഹിതനാണ് എന്ന്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നു. പല പെൺകുട്ടികളെയും ഇതേപോലെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. തൗസിഫ് അഫ്തർ, നിദാ ഖാൻ, റംസാൻ മേമം, ഷാഫി ഷെയ്ഖ്, ഇങ്ങനെ പല ആൾക്കാർ, ഇങ്ങനെ ഈ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തിലുണ്ട്. അങ്ങനെ ഈ ഗൂഢാലോചന അങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോകുന്നു, ദേവതകളെ അപമാനിക്കുന്നു, അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, പെൺകുട്ടികളെ ശാരീരികമായിട്ട് പല രീതിയിൽ അപമാനിക്കുന്നു, മാറിടത്തിലേക്ക് ഇടിക്കുന്നു, കൈകൊണ്ട് അവിടെ വയ്ക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ആക്രമണങ്ങളൊക്കെയും TCSൽ നടക്കുന്നു. ഡിജിറ്റൽ ജിഹാദും അതോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജിഹാദും ട്രാപ്പ് ജിഹാദും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ TCS പോലുള്ള സ്ഥാപനത്തെ ഇവർ വലയിലാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ വലയിലാക്കിയതിന് പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ഇപ്പോൾ പുറം ലോകം എന്തായാലും അറിഞ്ഞത് നന്നായി. ഇങ്ങനെയുള്ള വിഷയത്തിൽ ജാഗരൂകമാകണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ മോണിറ്റർ ചെയ്യണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരെ കൃത്യമായിട്ട് ഇത്തരം വിഭാഗക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ അവരെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാക്കിയെടുത്തതിന് ശേഷം ഇവർ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഇവരുടെ നാവിൽ നിന്ന് വരികയാണെങ്കിൽ ആ സമയം ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ചെയ്തുകൊണ്ട് മതപരമായ നിന്ദയുടെ പേരിൽ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. അത് വളരെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിന് മരുന്ന് കൊടുത്താലേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യയെ ഒരു അതിഭീകരമായി ഇത് സ്വാധീനിക്കുകയും ഇവിടെ മനുഷ്യർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. നോക്കൂ, എത്ര സങ്കുചിതമായിട്ടാണ് ഭാരതീയ സംസ്കാരത്തെ ഇവർ കണ്ടത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു സംസ്കാരമുണ്ടോ ഇത്രയധികം നാൾ കണ്ടിന്യൂവസ് ആയിട്ട് ഈ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം? ഇത്രയധികം നാൾ സർവൈവ് ചെയ്യുന്ന ഏത് സംസ്കാരമാണുള്ളത്? ദ മോസ്റ്റ് കണ്ടിന്യൂസ് കൾച്ചർ ഇൻ ദ വേൾഡ്. ഇത്രയധികം തുടർച്ചയായി ഒരു സംസ്കാരത്തിൻ്റെ ധാരയെ അവകാശപ്പെടാനുണ്ട് എങ്കിൽ അത് ഭാരതീയ സംസ്കൃതി മാത്രമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എപ്പോഴാണ് ആരംഭിച്ചത്? എപ്പോഴും അവസാനിച്ചു? ഇപ്പോഴുണ്ടോ? അത് ഇല്ല. ഈജിപ്ഷ്യൻ സംസ്കാരം ഇപ്പോൾ നിലവിലില്ല. മെസപ്പൊട്ടോമിയൻ സംസ്കാരമുണ്ടോ ഇവിടെ? ഇറാനും ഇറാഖും ഒക്കെ വലിയ പ്രവിശ്യയിലേക്ക്
ചുറ്റിപ്പടർന്നുണ്ടായിരുന്ന മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം ഇപ്പോൾ ഇല്ല. ഇനി യവന സംസ്കാരം ഇപ്പോൾ ഉണ്ടോ? ഇതെല്ലാം സെമറ്റിക് മതങ്ങൾ വിഴുങ്ങിയ സംസ്കാരങ്ങളാണ്. പക്ഷേ ഭാരതീയ സംസ്കാരം വിഴുങ്ങുവാനായിട്ട് 1000 കൊല്ലം ഇവിടെ ഭരിച്ചതിന് ശേഷം, അതിൽ പലരും ഭീകരമായി ഈ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ആക്രമിച്ചതിന് ശേഷം പോലും, അല്ലെങ്കിൽ 250 വർഷക്കാലം അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സജീവമായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ എന്തെല്ലാമൊക്കെ ഈ സംസ്കാരത്തെ തകർക്കുവാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും പിടികൊടുക്കുവാതെ ഇന്നും ഈ സംസ്കാരം ശക്തിയുക്തം പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ എത്ര കണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ മുന്നോട്ട് വച്ചാലും, അതിൽ നിങ്ങൾ ആരുടെയൊക്കെ തലയിൽ ഇത്തരം അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് കെട്ടിവയ്ക്കുവാൻ ശ്രമിച്ചാലും, അവരുടെ ബുദ്ധിയെ നിങ്ങൾ വിലക്കെടുത്താലും ഈ സംസ്കൃതി തുടർന്ന് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഹൂണന്മാരുടെ നേതൃത്വത്തിൽ, അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ പല വിഭാഗങ്ങളും ഈ സംസ്കാരത്തെ ആക്രമിച്ചിട്ടുണ്ട്. ജൈനിസത്തിൻ്റെ അനേകത്വവാദത്തിനും ബുദ്ധിസത്തിൻ്റെ നിരീശ്വരവാദത്തിനും എല്ലാ സങ്കല്പങ്ങൾക്കും ഈ സംസ്കൃതി തുല്യമായും അർഹമായുമുള്ള സ്ഥാനം നൽകി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത്തരത്തിൽ മഹത്തായ ഒരു സംസ്കൃതി, ആ മഹത്തായ ഒരു സംസ്കൃതിക്ക് നേരെയാണ് ഇപ്പോൾ TCSൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. ഒരിക്കലും ഒരു കാരണവശാലും ഇതിനെതിരെ ക്ഷമിക്കുവാനേ കഴിയുകയില്ല. എന്തായാലും ഇതിൽ നിന്ന് നേരെ നമുക്ക് വീണ്ടും അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൻ്റെ വിഷയത്തിൽ വളരെ സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. റാം എന്ന വ്യക്തി ഒരു പുകമറയാണോ? അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? TCS മാതൃകയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പൂർണ്ണമായ അന്വേഷണം ഇനി പുറത്തു വരേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും TCSൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ മുൻ ഹൈക്കോടതി ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ രാജ്യം ഇതേപോലുള്ള കാര്യങ്ങളെ ഇനി ക്ഷമിക്കുകയോ വച്ചു പുലർത്തുകയില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.